ആകാശവാണിയുടെ സഹായത്താൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഈ പ്രദേശ നിവാസികളായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഞങ്ങളുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള മിനിസ്ട്രികൾ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ രക്ഷകനായ യേശുക്രിസ്തുവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക. നമ്മുടെ സംസ്കാര സമ്പന്നമായ ഒരു നാടിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ ഭാഗമാകുവാൻ ഞങ്ങൾക്കും കഴിഞ്ഞതിൽ വളരെ അഭിമാനമുണ്ട്. ഭാരതമെന്ന് കേട്ടാലോ അഭിമാനപൂരിതമാകണം നമ്മുടെ അന്തരംഗം. കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമ്മുടെ നരമ്പുകളിലെന്ന് കവിവാക്യം. എന്നാൽ ഇന്ന് നാം കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായ കാര്യങ്ങളാണ്. ഓരോ ദിവസവും നമ്മുടെ വീടിന്റെ മുമ്പിൽ പറന്നു വിടുന്ന വർത്തമാന പത്രങ്ങളും ടെലിവിഷൻ പോലെയുള്ള മാധ്യമങ്ങളിലൂടെ നാം കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. ഓരോ ദിവസവും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉയർന്നു വരികയാണ്. ഒത്തിരി അഭിമാനിക്കുവാൻ നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഒരുപാട് നേട്ടങ്ങൾ ഉള്ള ഒരു നാട്ടിലാണ് നാം ജീവിക്കുന്നത്. കാളാവണ്ടി യുഗത്തിൽ നിന്നും കമ്പ്യൂട്ടർ യുഗത്തിലേക്കൊക്കെ നമ്മൾ എത്ര വേഗത്തിലാണ് ത്വരിതഗമനം ചെയ്തത്. അതുപോലെ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഒരു കാലത്ത് നല്ല സ്കൂളുകൾ ഇല്ലാതിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. എന്റെ ചെറിയ പ്രായത്തിലൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇന്നത്തെ പോലെ അത് ഹൈടെക് നിലവാരത്തിലുള്ള സ്കൂളുകളൊന്നും അന്നില്ല. ഓലമേഞ്ഞ സ്കൂളുകൾ. സ്കൂളിൽ പോകുമ്പോൾ കയ്യിൽ ഒരു ചോറ്റുപാത്രം കാണും, ഉച്ചക്കഞ്ഞി കുടിക്കാൻ വേണ്ടി. അന്നത്തെ കാലമല്ല ഇന്നത്തെ കാലം. ഇന്ന് ഒരുപാട് വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ, സ്കൂളുകൾ, സർവകലാശാലകൾ, ടെക്നോളജികളൊക്കെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വളർന്നിരിക്കുക. കൂലിപ്പണിക്കാരനും ആഗ്രഹിക്കുന്നത് മക്കളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കണം. കാരണം ഞാൻ കഷ്ടപ്പെട്ടതുപോലെ എന്റെ കുഞ്ഞുങ്ങൾ കഷ്ടപ്പെടരുത്. ഇന്നെല്ലാവരും ആഗ്രഹിക്കുന്ന അതാ, മക്കളെ നന്നായി പഠിപ്പിക്കുക, അവരെ നല്ല നിലവാരത്തിൽ കൊണ്ടുവരിക. അതിന് എന്തും ചെയ്യാൻ ഇന്നത്തെ മാതാപിതാക്കൾ തയ്യാറാണ്. അതുപോലെ നമ്മുടെ നാട് ഇന്നൊത്തിരി അത് നേട്ടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ അപ്പനും അമ്മയും മക്കളും കൂടെ ആഹാരം കഴിക്കുകയും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന ഒരു കാലം നമ്മുടെ പിന്നാമ്പുറങ്ങളിലുണ്ട്. ഇന്ന് ആ സിസ്റ്റങ്ങളൊക്കെ മാറി. ഇന്നെല്ലാവരും തിരക്കിലാണ്, ബിസി ലൈഫാണ്, എല്ലാവർക്കും തിരക്കാണ്, ഒന്നിനും സമയം തികയുന്നില്ല എന്നാ പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബ അന്തരീക്ഷങ്ങളൊക്കെ ഇന്ന് വളരെ മാറിയിരിക്കുക. ഇന്ന് വീടുകളിൽ, സാധാരണക്കാരന്റെ വീടുകളിലേ ഉള്ളൂ ഇന്ന് ആഹാരം വെച്ച് അപ്പനും അമ്മയും മക്കളും കൂടെ കഴിക്കുന്ന ഒരു രീതി. എന്നാൽ ഇന്ന് പല വീടുകളിലും ആഹാരം വെക്കാറില്ല. കാരണം സൊമോട്ട അല്ലെങ്കിൽ സ്വിഗ്ഗി പോലെയുള്ളതായ ഫുഡ് ഡെലിവറി സംവിധാനങ്ങളൊക്കെ ഇന്ന് നമ്മുടെ നാടുകളിൽ എത്തിയിരിക്കുക. എന്താഹാരം വേണമെങ്കിലും ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടു പടിക്കലെത്തും. അതുപോലെ സാഹചര്യങ്ങൾ മാറി. ഇതൊന്നും നമ്മൾ ഒരിക്കലും മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്തൊരു കാലമുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ നമ്മുടെ നാട് മാറുമോ എന്നുള്ളത്. എന്നാൽ
ഇന്ന് ഒരുപാട് മാറ്റങ്ങളിലേക്ക് നാം അനുദിനം അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന വാസിന്റെ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് നേട്ടങ്ങളും നമുക്ക് പറയാനുണ്ടെങ്കിലും അഭിമാനിക്കാനുണ്ടെങ്കിലും ഇന്ന് എവിടെയൊക്കെയോ നാം അത് വീണുകൊണ്ടിരിക്കുകയില്ലയോ? ഈ ദിവസങ്ങളിലൊക്കെ നാം കേൾക്കുന്നതായ കാര്യങ്ങൾ എത്ര ഭയാനകമായ കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ വെഞ്ഞാറമൂടുണ്ടായ ആ സംഭവം ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇതുകൊണ്ട് കൊലപാതകങ്ങൾക്കൊക്കെ ഒരു അറുതി വന്നു എന്ന് ചിന്തിച്ചതാ. പ്രിയമുള്ളവരെ, എന്നാൽ ഇന്നലത്തെ വാർത്ത കേട്ടപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെയുള്ള സംഭവങ്ങൾ നാം കേട്ടുകഴിഞ്ഞാൽ ഭയപ്പെടുന്ന ഒരവസ്ഥയാണ്. 12 വയസ്സുള്ള ഒരു പെൺകുട്ടി 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ വീട്ടിൽ നിന്നും എടുത്തുകൊണ്ടുപോയി കിണറ്റിലിട്ടതായൊരു സംഭവം ഇന്നലെ നമ്മുടെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നതാ. 12 വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ. എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ 3 മാസം പ്രായമുള്ളൊരു കുഞ്ഞിനെ, അതും അർദ്ധരാത്രിയുടെ നിശബ്ദതയിൽ ആരും അറിയാതെ എടുത്തുകൊണ്ടുപോയി അടുത്തുള്ളതായ കിണറ്റിലിട്ട് ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. മാത്രമല്ല, എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, ഈ കാണാതെ പോയ കുഞ്ഞിനെ തെരയുന്ന സമയത്ത് ഈ 12 വയസ്സുകാരിയും ആ തെരയുന്നവരോടൊപ്പം എന്ത് ചെയ്യുക, കുഞ്ഞിനെ തിരയുകയാ. ചിന്തിക്കണം, 12 വയസ്സ് മാത്രമേ ഉള്ളൂ പ്രായം. അപ്പം അത്രത്തോളം നമ്മുടെ തലമുറകളുടെ മനസാക്ഷി മരവിച്ചു ക്രൂരമായി എന്ന് വേണം നാം ചിന്തിക്കുവാൻ. ഇതൊറ്റപ്പെട്ട സംഭവമല്ല. ദിനം പ്രതി ഇങ്ങനെയൊക്കെയുള്ളതായ വാർത്തകളാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ നാട് എങ്ങോട്ടാണ്? നേട്ടങ്ങളിൽ നിന്ന് നേട്ടങ്ങളിലേക്ക് നാം ഒക്കെ ത്വരിതഗമനം ചെയ്യുമ്പോൾ മനുഷ്യന്റെ സ്വഭാവത്തിന് ഇന്ന് മാറ്റം വന്നിട്ടില്ല. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ, 2 വിവേകഹീനനായ മനുഷ്യൻ, മൃഗതുല്യനായ മനുഷ്യൻ. ഇന്നത്തെ മനുഷ്യന്റെ സ്വഭാവം മൃഗതുല്യമായ സ്വഭാവമാണ്. മൃഗതുല്യമായ സ്വഭാവമാണ് ഇന്ന് മനുഷ്യനിൽ പ്രകടമാക്കപ്പെട്ടിരിക്കൊണ്ടിരിക്കുന്നതായ ഒരു കാര്യം. മദ്യം, മയക്കുമരുന്ന് പോലെയുള്ള രാസലഹരികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മദ്യം എന്നൊക്കെ പറയുമ്പോൾ പണ്ട് പ്രായമുള്ളവരും അത് പുരുഷന്മാരുമൊക്കെയാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമൊക്കെ ഇന്ന് മദ്യം, മയക്കുമരുന്ന് പോലെയുള്ള ലഹരികൾ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിയിരിക്കുക. അതുപോലെ തന്നെ MDMA പോലെയുള്ള സിന്തറ്റിക് ഡ്രഗ്സുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അത് കിട്ടുന്നൊരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുക. സ്കൂളുകളും കോളേജുകളും പോലെയുള്ള കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഇതിന്റെയൊക്കെ വിൽപ്പനകൾ ഇന്ന് തകൃതിയായി നടക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കണം, രാവിലെ പഠിക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ വൈകിട്ട് വരുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് വരുന്നതെന്ന് പോലും, അവന്റെയും അവളുടെയും സ്വഭാവം എങ്ങനെ ആയിരിക്കുമെന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു മേഖലയിലേക്ക് നമ്മുടെ സാഹചര്യങ്ങൾ മാറിയിരിക്കുകയാണ്. മദ്യത്തെയും മയക്കുമരുന്നിനെയും ലഹരിയെയും കുറിച്ച് പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞത് ഇങ്ങനെയാണ്: മദ്യം മനുഷ്യന്റെ സമ്പത്തിനെയും അവന്റെ സദാചാരബോധത്തെയും നശിപ്പിക്കും. നമ്മുടെ സമ്പത്തിനെയും സദാചാരബോധത്തെ നശിപ്പിക്കുന്നതിൽ ഒരു വലിയ പങ്ക് മദ്യത്തിനും ലഹരികൾക്കുമുണ്ട് എന്നുള്ള കാര്യം എന്റെ ശ്രോതാക്കൾ മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മൾ ജോലി ചെയ്താൽ 850 രൂപയോ 1000 രൂപയോ നമുക്ക് ശമ്പളം കിട്ടിയാൽ അതിന്റെ ഭൂരിഭാഗം പൈസയും മദ്യത്തിനും ലഹരിക്കും വേണ്ടിയല്ലയോ നാം ഉപയോഗിക്കാറുള്ളത്? മദ്യലോബികളൊക്കെ നല്ല വാഹനം മേടിച്ച് നല്ല വീടുകളൊക്കെ വെച്ച് അവർ അവരുടെ മക്കളെയൊക്കെ നല്ല നിലയിൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരുമായിട്ടൊക്കെ പഠിപ്പിച്ച് അവർ ഉന്നതമായ നിലയിൽ ജീവിക്കുമ്പോൾ 800 രൂപയ്ക്കോ 1000 രൂപയ്ക്കോ രാവിലെ മുതൽ വൈകിട്ട് വരെ അധ്വാനിക്കുന്ന കൂലിപ്പണിക്കാരന്റെ വീട്
പട്ടിണിയുടെ വീടായി മാറിയിരിക്കുകയാണ്. പല സഹോദരിമാര് ഞങ്ങളോട് പറയാറുണ്ട്, പാസ്റ്റർമാരെ അച്ചായന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഈ അച്ചായന്റെ മദ്യപാന നിമിത്തം കുഞ്ഞുങ്ങളെ നല്ലതുപോലെ പഠിപ്പിക്കാൻ കഴിയുന്നില്ല. അവർക്ക് നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കാനോ സ്കൂളിലേക്ക് ആവശ്യമായ പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കാനോ കഴിയുന്നില്ല. കാരണം ആമേൻ, ഈ മനുഷ്യന്റെ മദ്യപാനം. പലപ്പോഴും സഹോദരന്മാരൊക്കെ ഭാര്യമാരുടെ തലയിൽ കൈവച്ച് പറയും, അച്ചായൻ ഇന്നത്തോടെ മദ്യപാനം നിർത്തി, പപ്പ ഇന്നത്തോടുകൂടെ മദ്യപാനം നിർത്തി എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും വീട്ടിൽ നിന്നും പണിസ്ഥലത്തേക്ക് പോകാറുണ്ട്. പക്ഷേ വൈകിട്ട് പണിയൊക്കെ കഴിഞ്ഞ് ശമ്പളമൊക്കെ വാങ്ങി വരുമ്പോൾ അറിയാതെ എന്ത് ചെയ്യുകയാണ്, മദ്യഷോപ്പുകളിലേക്കും ബിവറേജുകളിലേക്കും ലഹരി കൂട്ടായ്മകളിലേക്കൊക്കെ പോകുന്നതായ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് തിരിഞ്ഞാൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, മദ്യം ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും അത് രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. അത് സർപ്പത്തെ പോലെ കടിക്കും, അണലിയെ പോലെ കൊത്തുവാൻ ഇടയായിത്തീരും. സർപ്പത്തെ പോലെ കടിക്കുവാനും അണലിയെ പോലെ കൊത്തുവാനും കഴിയുന്നതായതാണ് മദ്യവും മയക്കുമരുന്നും ഈ രാസലഹരിയും എന്നൊക്കെ പറയുന്നത്. എങ്ങനെ ഈ ദുശീലങ്ങളിൽ നിന്ന്, ഈ ദുർനടപ്പിൽ നിന്ന് നമുക്കൊരു വിടുതൽ പ്രാപിക്കാം എന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് ദേശത്തോട് വിളിച്ചു പറയാനുള്ളത്. ഒരു കാലത്ത് ഞങ്ങളിൽ പലരും ഈ പറയപ്പെട്ടതായ പല ദുശീലങ്ങൾക്കും അത് ദുർനടപ്പുകളെയും ഒക്കെ ഞങ്ങളൊക്കെ ഒരു കാലത്ത് അടിക്കായിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് രൂപാന്തരം വരുവാൻ കാരണമായി തീർന്നത് അതേ ഞങ്ങളുടെ ദേശത്തുള്ളവരോ അല്ലെങ്കിൽ DADC സെന്ററുകളോ കൗൺസിലിംഗ് ഞങ്ങൾക്ക് തന്നതുകൊണ്ടോ അല്ലെങ്കിൽ മതപ്രസംഗം കേട്ടത് കൊണ്ട്, രാഷ്ട്രീയ പ്രസംഗം കേട്ടത് കൊണ്ട് ഉണ്ടായതായ രൂപാന്തരമല്ല ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ രൂപാന്തരം. ഞങ്ങൾക്ക് എങ്ങനെ രൂപാന്തരം വന്നു, ഞങ്ങൾ എങ്ങനെ മനുഷ്യരായി തീർന്നു എന്നുള്ള സദ്വാർത്തയാണ് ഞങ്ങൾക്ക് ദേശത്തുള്ള പ്രിയപ്പെട്ടവരോട് പറയാനുള്ള വാർത്ത. അതുകൊണ്ടാണ് ഈ കഷ്ടതയൊക്കെ സഹിച്ച് ഈ ഉച്ചവെയിലത്ത്, ഈ ചൂട് സമയത്ത് ഇങ്ങനെയൊക്കെയുള്ളതായ തെരുവോരങ്ങളിലും കവലകളിലൊക്കെ വന്നു നിന്ന് ഇങ്ങനെ പ്രസംഗിക്കുന്നതിന്റെ ഉദ്ദേശമെന്ന് പറയുന്നത്, ഞങ്ങളുടെ ഉദ്ദേശം വേറൊന്നുമല്ല. ഞങ്ങളുടെ ഉള്ളിൽ ഒരേ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഈ കവലകളിൽ നിന്ന് ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തികൾക്ക് രൂപാന്തരം വന്ന് അവർ ദൈവത്തെ അറിയണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഞങ്ങളുടെ ഉള്ളിലുള്ളൂ. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞങ്ങൾക്ക് ഈ രൂപാന്തരം വന്നത് മറ്റൊന്നുമല്ല, ഈ ഞങ്ങളെപ്പോലെയുള്ള ഇതുപോലെയുള്ള ദൈവദാസന്മാർ ഇങ്ങനെയുള്ള കവലകളിൽ നിന്ന് പ്രസംഗിക്കുന്നതും വീടാന്തരം കയറി ഇറങ്ങി സുവിശേഷം പറഞ്ഞ് സുവിശേഷ പ്രതികൾ തന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങൾ ഉപദേശിക്കുകയും ചെയ്തതിന്റെ കാരണത്താലാണ് ഞങ്ങൾക്ക് രൂപാന്തരം വരുവാൻ ഇടയായി തീർന്നത്. എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈ പറയപ്പെട്ടതായ ഏതെങ്കിലും സാഹചര്യത്തിലൂടെയാണോ അവസ്ഥയിലൂടെയാണോ താങ്കൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? തകർന്ന ഹൃദയത്തോടെ, നുറുങ്ങിയ മനസ്സോടെ ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ അത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. കർത്താവായ യേശു ക്രിസ്തുവിന് താങ്കളെ രൂപാന്തരപ്പെടുത്തുവാനും രക്ഷിക്കുവാനും കഴിയും. അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു. കാരാഗൃഹ പ്രമാണിയായ മനുഷ്യൻ പൗലോസിനോട് ചോദിച്ചു, ഞാൻ രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? അപ്പോൾ പൗലോസ് പറഞ്ഞ് ഇങ്ങനെയാണ്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ രൂപാന്തരപ്പെടുവാൻ, രക്ഷ പ്രാപിക്കുവാൻ ഉലകത്തിൽ ദൈവം ഒരുക്കിയ ഒരേ ഒരു മാർഗമെന്ന് പറയുന്നത് അത് കർത്താവായ യേശു ക്രിസ്തുവാകുന്ന മാർഗമാണ്. മറ്റൊരുത്തലിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മീതെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അതാണ് യേശു ക്രിസ്തുവിന്റെ നാമം. ആ നാമത്തിന് മാത്രമേ നമ്മെ രക്ഷിക്കുവാൻ കഴിയത്തുള്ളൂ, നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദുശീലങ്ങളിലേക്കും ദുർനടപ്പുകളിലേക്കും നമ്മെ കൊണ്ടുപോകുന്ന ആത്യന്തിക ശക്തി എന്ന് പറയുന്നത് പാപത്തിന്റെ ശക്തിയാണ്. പാപോഹം, പാപകർമ്മോഹം, പാപാത്മാ, പാപസംഭവ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും പാപികളത്രേ. മനുഷ്യൻ പാപികളായതുകൊണ്ടാണ്, പാപം മനുഷ്യനിൽ വസിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നന്മ ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിലും
നാം ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്നതിന് കാരണമെന്ന് പറയുന്നത് നമ്മിൽ കുടിയിരിക്കുന്ന, നമ്മിൽ അധിവസിക്കുന്ന ഭാവമാണ്. അതുകൊണ്ടാണ് പണ്ട് കാലങ്ങളിൽ ജീവിച്ചിരുന്ന ഋഷിവര്യന്മാർ ഇങ്ങനെ ചോദിച്ചു: അസത്വമ സത്ഗമയ, അസത്യത്തിൽ നിന്ന് ഞങ്ങളെ ആര് സത്യത്തിലേക്ക് നടത്തും? തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് ഞങ്ങളെ ആര് വെളിച്ചത്തിലേക്ക് നടത്തും? മൃത്യുമ അമൃതംഗമയ, മരണത്തിൽ നിന്ന് ഞങ്ങളെ ആര് അതേ നിത്യജീവനിലേക്ക് നടത്തും? ഈ ചോദ്യത്തിന് ഉലകത്തിൽ ഉത്തരം പറഞ്ഞ ഒരേ ഒരു മഹാരഥൻ മാത്രമേ ഉള്ളൂ. അത് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശുവാകുന്ന വഴി, യേശുവാകുന്ന സത്യം, യേശുവാകുന്ന ജീവൻ. അപ്പോൾ യേശു ക്രിസ്തു എന്ന മാർഗത്തിന് മാത്രമേ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തി അത് രക്ഷിക്കുവാൻ കഴിയത്തുള്ളൂ. ആ മാർഗമാണ് കാലാകാലങ്ങളായി ഞങ്ങളെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ഇടയായി തീർന്നത്. മദ്യപാനം, ലഹരി, അസാൻമാർഗികമായ ജീവിതത്തിലൂടെ, താളം തെറ്റിയ ഒരനുഭവത്തിലൂടെയാണ് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, മാതാവേ പിതാവേ, യവനക്കാരി താങ്കൾ പോയിക്കൊണ്ടിരിക്കുന്നത്. താളം തെറ്റിയ പാളം തെറ്റിയ തങ്ങളുടെ ജീവിതത്തെ നേരായ മാർഗത്തിലൂടെ നടത്തുവാൻ യേശു ക്രിസ്തു മതിയായ കർത്താവത്രേ. ആ യേശു ക്രിസ്തുവിന് ഹൃദയം കൊടുക്കുവാൻ, യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് പാപത്തിൽ നിന്ന് വിടുതല പ്രാപിക്കുവാൻ ആരെങ്കിലും ഞങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അതിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ എങ്ങനെയാണ് രക്ഷകനായി സ്വീകരിക്കേണ്ടത്? മെഴുകുതിരി കത്തിക്കണ്ട, സാമ്പ്രാണിത്തിരി കത്തിക്കണ്ട, പള്ളിയിൽ നേർച്ചയിടണ്ട, കുമ്പസരിക്കേണ്ട ആവശ്യമില്ല, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കണ്ട, പുണ്യ ഇടങ്ങളിൽ പുണ്യ നദികളിൽ സ്നാനം ചെയ്യണ്ട, തലമുണ്ടനം ചെയ്യണ്ട. ഈ പറയപ്പെട്ടതായ ഒരു മാർഗങ്ങൾ, ഒരു കാര്യങ്ങളും താങ്കൾ ചെയ്യണ്ട. മറിച്ച് ലഘുവായ ഒരു കാര്യം: കർത്താവേ, ഞാൻ പാപിയായൊരു മനുഷ്യനാണ്, ഞാൻ പാപിയായൊരു വ്യക്തിയാണ്, ഞാൻ ദുശീലങ്ങൾക്കും ഞാൻ ദുർനടപ്പിനും അവസമ്മതനായൊരു വ്യക്തിയാണ്. യേശു ക്രിസ്തുവേ, അവിടുന്ന് എന്റെ പാപത്തെ നീക്കി എന്നെ രക്ഷിക്കണമേ എന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുവാൻ, ഹൃദയം കൊണ്ട് പറയുവാൻ താങ്കൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ സൗജന്യമായ രക്ഷ യേശു ക്രിസ്തുവിലൂടെ താങ്കൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, യേശുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തത്തിന് നമ്മുടെ പാപങ്ങളെ പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ ഇടയായി തീരും. യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് ഇവിടെ ഒരു രാജ്യം സ്ഥാപിക്കുന്നതിനോ ഇവിടെ കുറച്ച് അണികളെ ഉണ്ടാക്കുന്നതിനോ വേണ്ടിയല്ല. മറിച്ച് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പാപം എന്ന വില്ലനെ നീക്കി പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുക, പാപത്തെ നീക്കുക. അപ്പൊ പാപത്തെ നീക്കുവാൻ, പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാനാണ് 2025 പല വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് യേശു ക്രിസ്തു ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നത്. എന്നെ കേൾക്കുന്ന വാസിലെ സഹോദര സുഹൃത്ത്, യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് പാപത്തെ നീക്കുവാനാണ്, പാപിയായ മനുഷ്യനെ സ്നേഹിക്കുവാനാണ്. പാപത്തെ വെറുത്തുകൊണ്ട്, പാപിയായ മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് യേശു ക്രിസ്തു ഇന്നും ലോകത്തോട് വിളിച്ചു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ആ യേശു ക്രിസ്തുവിന് ഹൃദയം കൊടുക്കുവാൻ എത്ര പേര് തയ്യാറാണ്? ഞാൻ നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്നെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഹൃദയമാകുന്ന സ്നേഹോവിൽ യേശുവിന് മുൻപാകെ തുറന്നു കൊടുക്കുവാൻ എത്ര പേര് തയ്യാറാണ്? അതേ പ്രിയമുള്ളവരെ, ഹൃദയമാകുന്ന സ്നേഹോവിൽ നിന്ന് യേശു ക്രിസ്തു മുട്ടുകയാണ്. താങ്കൾ ഹിന്ദു ആയിരിക്കാം, മുസ്ലിം ആയിരിക്കാം, ക്രിസ്ത്യാനി ആയിരിക്കാം, താങ്കളുടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ എന്നും യേശു ചോദിക്കുന്നില്ല. യേശു ക്രിസ്തു വന്നത് ക്രിസ്ത്യാനിയെ രക്ഷിക്കാൻ വേണ്ടിയല്ല. ബൈബിൾ എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയുടെ പുസ്തകവുമല്ല. യേശു ക്രിസ്തുവിന്റെ വചനം എന്ന് പറയുന്നത് മനുഷ്യന്റെ രക്ഷയ്ക്കും വീണ്ടെടുപ്പിനും വേണ്ടിയുള്ള പുസ്തകമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു വന്നത് ക്രിസ്ത്യാനിയെ രക്ഷിക്കാൻ വേണ്ടിയല്ല. യേശു ക്രിസ്തുവിന്റെ വചനമാകുന്ന ബൈബിൾ ക്രിസ്ത്യാനിയുടെ പുസ്തകമല്ല, മറിച്ച് അത് മനുഷ്യന്റെ രക്ഷയുടെയും വീണ്ടെടുപ്പിന്റെയും പുസ്തകമാണ്. അപ്പോൾ ആ യേശു ക്രിസ്തു അവന് വേണ്ടി ഹൃദയം കൊടുക്കുവാൻ എത്ര പേര് ദേശത്ത് തയ്യാറാണ്?
അവരുടെ ഹൃദയത്തിലെ പാപങ്ങളെ, കടുഞ്ചുവപ്പായ പാപങ്ങളെ നോക്കി അവരുടെ പാപങ്ങളെ ഹിമം പോലെ വിളിപ്പിക്കുവാൻ യേശുവിന്റെ രക്തം പര്യായമായ രക്തമാണ്. അതുകൊണ്ട് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, അയ്യോ ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എനിക്കൊരു രക്ഷ വേണം, ഈ ദുസ്വഭാവങ്ങളിൽ നിന്ന്, ഈ ദുർനടപ്പുകളിൽ നിന്നൊക്കെ എനിക്കൊരു രക്ഷ വേണം, ഒരു നല്ല ഭർത്താവായി, ഒരു നല്ല ഭാര്യയായി, ഒരു നല്ല മകനായി എനിക്ക് ജീവിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം ആ ഹൃദയം യേശുവിനായി കൊടുക്കുവാൻ എത്ര പേര് തയ്യാറാണ്? അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു, യേശു ക്രിസ്തു രാജാതിരാജാവായി വേഗം വരുന്നു. തന്റെ ഏകജാതനായ പുത്രൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിപ്പാൻ ഇടയായി തീർന്നു. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, ലോകത്തിൽ ഒരുപാട് മഹാന്മാർ ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു. അവരുടെയൊക്കെ കല്ലറകൾ അതതിടങ്ങളിൽ അടഞ്ഞു കിടക്കുമ്പോൾ അങ്ങ് പലസ്തീനായിൽ യേശു ക്രിസ്തുവിന്റെ കല്ലറ തുറന്നു കിടക്കുന്നു. അതിന്റെ കാരണം അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റ് പോയിരിക്കുന്നു. യേശു കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് പോകുവാൻ ഇടയായി തീർന്നു. ആ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പോയ ഇടം എവിടെയാണെന്ന് ഞങ്ങൾ വിളിച്ചു പറയും. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പോയത് എവിടെയാണെന്ന് അറിയാമോ? അവൻ സ്വർഗത്തിലേക്ക് പോകുവാൻ ഇടയായി തീർന്നു. പലരും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, സ്വർഗമുണ്ടോ നരകമുണ്ടോ? സ്വർഗവും നരകവും ഒക്കെ ഇവിടെ അല്ലയോ പാസ്റ്റർമാരെ? ഇതൊക്കെ പാസ്റ്റർമാര് അതേ മറ്റുള്ളവരെ പേടിപ്പെടുത്താൻ വേണ്ടി പറയുന്ന കാര്യമല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പ്രിയമുള്ളവര്, സ്വർഗമുണ്ട്, നരകവുമുണ്ട്. സ്വർഗത്തിലേക്ക് ഞങ്ങളുടെ കർത്താവ് പോകുവാനിടയായി തീർന്നു. ആ യേശു ക്രിസ്തു ഉലകത്തോട് ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഞാൻ പോയതുപോലെ വീണ്ടും വരും. കർത്താവായ യേശു ക്രിസ്തു പോയതുപോലെ വീണ്ടും വരും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര്, മരണത്തെ ജയിച്ച്, പിശാചിനെ ജയിച്ച്, പാപത്തെ ജയിച്ച് രക്ഷ ലോകത്തിൽ സാധ്യമാക്കി തന്നിട്ട് യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് കരേറി പോകുവാനിടയായി തീർന്നു. ആ യേശു ക്രിസ്തു പോയതുപോലെ വീണ്ടും വരുവാൻ ഇടയായി തീരും. യേശു കർത്താവിന്റെ വരവിനോട് ബന്ധപ്പെട്ട് ഒരുപാട് ശാസ്ത്രീയ സത്യങ്ങൾ നടക്കുമെന്നുള്ളത് സത്യം തന്നെയാണ്. വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നാം തലതിരിച്ചു നോക്കിയാൽ നമുക്ക് യേശു ക്രിസ്തുവിന്റെ വരവിനോട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുമെന്ന് പറയുന്നു. ആകാശം അതേ പൊടിമുഴക്കത്തോടുകൂടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയും, ഭൂമിയും അതുള്ള സകല പണികളും തീ കൊണ്ട് വെന്തുപോകുമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ പ്രവചനങ്ങളും അർത്ഥവത്താണെന്നുള്ള കാര്യങ്ങൾ ലോകം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത ഇങ്ങനെ കേട്ടു, അത് 2032 അത് ഒരു ചിഹ്നഗ്രഹം അത് ഈ നമ്മുടെ ലോകത്ത് അത് വീഴാൻ സാധ്യതയുണ്ട്. അത് വീണ് കഴിഞ്ഞാൽ അത് അമേരിക്ക ജപ്പാനിൽ ഹിരോഷിമയും നാഗസാക്കിയിലും ഇട്ട ആറ്റം ബോംബിനേക്കാൾ അണുബോംബിനേക്കാൾ ശക്തിയുള്ളതായിരിക്കും ആ ചിഹ്നഗ്രഹം. അത് എവിടെ വീഴുമോ അവിടെ 3000-ൽ താഴ്ചയുള്ള ഒരു വലിയ ഗർത്തം രൂപപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജനലക്ഷങ്ങളാണ് മരിക്കാനിരിക്കുന്നത്. 2036 ലോകത്ത് വലിയ വലിയ സംഭവങ്ങൾ ഉണ്ടാകാനിടയായി തീരും. ഇതെല്ലാം ലോകത്ത് സംഭവിക്കേണ്ടുന്ന കാര്യങ്ങളാകയാൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു, പാപിയെ രക്ഷിക്കുവാൻ ദൈവമൊരുക്കിയ ഏകമാർഗം യേശു ക്രിസ്തുവാണ്. ആ മാർഗത്തെ വിശ്വസിച്ച് രക്ഷകനെ സ്വീകരിച്ച് ഹൃദയം കൊണ്ട് ദൈവത്തെ വിശ്വസിച്ച് അതേ ദൈവത്തിന്റെ മക്കളായി തീരുവാൻ, ദൈവത്തിന്റെ മകനായി തീരുവാൻ യേശു ക്രിസ്തു എന്ന അധികാരം ഉപയോഗിക്കുവാൻ നിങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, ഞാൻ രോഗത്താൽ പിടിക്കപ്പെട്ടൊരു വ്യക്തിയാണ്, ഞാൻ തകർന്ന ഹൃദയമുള്ളവനാണ്, നുറുങ്ങിയ മനസ്സുള്ളവനാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ വാത്സല്യ മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, യേശു ക്രിസ്തു താങ്കളെ വിടുവിപ്പാൻ ശക്തനായ ദൈവമാണ്. അതേ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ, രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ, ശാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവത്തിന്റെ മകളായി തീരുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ടെ, ശിരസ്സുകൾ കുനിച്ചാട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പാപത്തെ
സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തിൻ പൈതൽ